ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവന്റെ തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതകളിൽ, പ്രത്യേകതകളിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള കടമകൾ നിർവഹിക്കുക എന്നത്. കാരണം മുഴുവൻ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും സർവസൃഷ്ടികളിലേക്കും നിയോഗിതരായ റസൂലാണ്, നബിയാണ്, ഉൽ അസ്മിൽ ഒന്നാമനാണ്, ഏറ്റവും ശ്രേഷ്ഠനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹന്നാസ് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറ. അല്ലയോ ജനങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങളിലേക്കുള്ള നിയോഗിതനായ റസൂലാണ്, ഷാഹിദായി, മുബശ്ശിറായി, നദീറായി. അതുപോലെ അല്ലാഹുവിന്റെ ഇതിനോടുകൂടി അവനിലേക്ക് ക്ഷണിക്കുന്നവനും വസിറാജൻ മുനീറ, പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി കൊണ്ട് നിയോഗിതരാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു ജല്ല വഅല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാകുന്നു എന്ന് വിശ്വസിക്കുന്നതിലൂടെ നമ്മിൽ നിർബന്ധമായി തീരുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എപ്രകാരം പ്രധാനമാണോ, അതുപോലെ തന്നെ വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് അംഗീകരിക്കുന്ന നമ്മുടെ മേൽ ചില കടമകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ വിശാലമായി പണ്ഡിതന്മാർ എണ്ണുന്നുണ്ട്, ചിലത് മാത്രം സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ ദീനീ കാര്യത്തിൽ കൽപ്പിച്ചതെല്ലാം നാം വഴിപ്പെടണമെന്നതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത്, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് അറിയിച്ചു തന്ന മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളെയും നാം സത്യപ്പെടുത്തണമെന്നതാണ്. മൂന്നാമതായി, അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചതിനെയും അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് താക്കീത് നൽകിയതിനെയും നാം ഉപേക്ഷിക്കണം. നാലാമതായി, മറ്റു മുഴുവൻ ജനങ്ങളെക്കാളും കൂടുതലായി അല്ലാഹുവിന്റെ റസൂലിനെ നാം സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്, അല്ലാഹുവിനെ ആരാധിക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് ശറഅാക്കി തന്ന രീതിയിൽ മാത്രമാകണം. ആറാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ മറ്റെല്ലാവരുടെ വാക്കിനേക്കാളും നാം മുന്തിക്കണമെന്ന് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അല്ലാഹു അനുഗ്രഹിച്ചാൽ ഇതൊക്കെ നമുക്ക് ഈ മിമ്പറുകളിൽ ചർച്ച ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഈ ഒരു സാഹചര്യത്തിൽ സൂചന നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് നാം അദ്ദേഹത്തിന് വഴിപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് വഴിപ്പെടണമെന്ന്. അതെങ്ങനെയാണ്? സ്വന്തം ശരീരത്തെക്കാളും, നമ്മുടെ മാതാപിതാക്കളെക്കാളും, നമ്മുടെ മക്കളെക്കാളും, മറ്റ് സർവരെക്കാളും കൂടുതലായി നാം സ്നേഹിക്കേണ്ടത് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എന്താ ദലീൽ? അല്ലാഹുവിന്റെ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കൽ നിർബന്ധമാണ്. ഔദാര്യമാണെന്നല്ല, ചെയ്യണമെന്നല്ല, ഇടക്കൊക്കെ വേണമെന്നല്ല, നിർബന്ധമാണ്, വാജിബാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ അവന്റെ അടിമകളുടെ മേൽ അല്ലാഹു വാജിബാക്കി. ദലീൽ, ഒന്നാമത്തെ തെളിവ് 9-ാം അധ്യായം സൂറത്തു തൗബ 24-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു തആല പഠിപ്പിക്കുന്നു. എന്താ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്? ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും
وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പറയുക നബിയെ, നബിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറയാം. 1, 2, 3 നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്തുക്കളും മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങൾ പുരയിടങ്ങളും 8 കാര്യം ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ 8 കാര്യം. ഈ ദുനിയാവ് മുഴുവൻ 8 ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയണം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. ഇതെല്ലാം നിങ്ങൾക്ക് അല്ലാഹുവെക്കാളും അവന്റെ റസൂലിനെക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അള്ളാഹു ഫാസിഖുകളായ ജനങ്ങളെ ഹിദായത്തിലാക്കുകയില്ല. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 കാര്യങ്ങളായി നമ്മൾ കാണുന്ന ഈ ദുനിയാവ് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളെ മുഴുവൻ ഒരു വശത്ത് വെച്ചിട്ട് പിന്നെ റബ്ബ് പറയുന്നത് ഇതിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകേണ്ടത് അല്ലാഹുവാണ്, പിന്നെ അവന്റെ റസൂലാണ്, പിന്നെ അവന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് എന്ന് അല്ലാഹു ജല്ല വഅല. അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നാമത് സ്നേഹിക്കേണ്ടതായി പഠിപ്പിച്ചത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയാണ്. രണ്ടാമത്തെ തൊട്ടുതാഴെ വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അവന്റെ റസൂലിനോടാകണം നിങ്ങൾക്ക് ഏറ്റവും മഹബത്ത് ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ സ്വത്തിനെക്കാളും മക്കളെക്കാളും സർവസ്വത്തെക്കാളും നിങ്ങൾക്ക് പ്രിയം നിങ്ങളുടെ റസൂലിനോടാകണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാകണം. എത്രയുണ്ടെന്ന് പിതാക്കൾ, പുത്രന്മാർ, സഹോദരങ്ങൾ, ഇണകൾ, ബന്ധുക്കൾ, സമ്പാദിച്ച സ്വത്തുക്കൾ, മാന്ദ്യം നേരിടുമെന്ന് ഭയപ്പെടുന്ന കച്ചവടം, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീട്, ഇതിലേറെ നിങ്ങളൊക്കെ റബ്ബ് വേണ്ടത്, നിങ്ങൾ പരിഗണിക്കേണ്ടത്, നിങ്ങൾ ഗൗരവം കാണേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനാണ്. ഇവിടെ ഒന്ന് ആലോചിച്ചൊക്കെ ഈ പറയുന്ന എനിക്കും കേൾക്കുന്നതിനൊക്കെ 100% അറിയാം. സത്യത്തിൽ തത്വത്തിൽ ഇന്ന് അങ്ങനെയല്ല. എന്നാൽ അള്ളാഹു കൽപ്പിക്കുന്നു അങ്ങനെയാകണമെന്ന്. എന്റെ റബ്ബ് പറയാ, അല്ലെങ്കിൽ അള്ളാന്റെ കൽപ്പന വരുന്നതുവരെ നിങ്ങൾ കാത്തിരുന്നോളി. ഫാസിഖീങ്ങളായി ജനങ്ങളുള്ള ഹിദായത്തിലാക്കൂല. അള്ളാഹുവും പിന്നെ അവന്റെ റസൂലും, അതിന് ഏറ്റവും പ്രധാനമായത് അള്ളാഹ്, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ. സുബ്ഹാനക യാ അലീം. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 6-ാമത്തെ വാചകം. ആ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹത്തെക്കാളും അടുത്ത ആളാകുന്നു. എനിക്ക് എന്നെക്കാളും അടുത്തതാരാ? എന്റെ റസൂൽ. എന്റെ ഉമ്മയെക്കാളും ബാപ്പയെക്കാളും സർവരെക്കാളും എന്നിലേക്ക് ഏറ്റവും അടുത്തവരാരാണ്? എന്റെ റസൂൽ. അതായത് എന്റെ റസൂൽ തൃപ്തിപ്പെട്ടത് എന്താണോ അതാണ് എനിക്ക് പ്രധാനമായത്. ഈ ആയത്തിന്റെ തഫ്സീർ പരിശോധിച്ചാൽ അത്ഭുതം തോന്നിപ്പോകും. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഈ ഔലവിയത്ത്, പ്രാഥമികത്വം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനാ പ്രാഥമികത്വം കൊടുക്കേണ്ടത്? വിശ്വാസി എല്ലാറ്റിനേക്കാളും അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ റസൂലിനാണ്. പ്രാഥമികത്വം റസൂലിനാണ്. ഭാര്യയും മക്കളും മാതാപിതാക്കളും സ്വത്തും വീടും സൗകര്യവും പിന്നെ
എല്ലാറ്റിനേക്കാളും പ്രധാനം റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചോക്കണേ. എന്നിട്ട് ശൈഖ് പറയുന്നത് ആയതിന്റെ തഫ്സീറിൽ ഒരാൾക്ക് സ്വന്തം ശരീരത്തിൽ ആധികാരികമായി ഒരു വിധി നടപ്പിലാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാകണം തേടേണ്ടത്. സ്വന്തം തീരുമാനം പറ്റൂല. നേരെ പറഞ്ഞാൽ എന്റെ മുഖത്ത് നീണ്ട് വളരുന്ന താടിരോമത്തിന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല, അള്ളാഹുവിന്റെ റസൂലാണ്. നബി കൽപ്പിച്ചു വിട്ടേക്കാൻ, വിട്ടേക്കാൻ, തുടരുന്നെന്ന് പറഞ്ഞു. ഞാനല്ലേ, എന്നതല്ലേ, എന്റെ വസ്ത്രമല്ലേ, ഞാൻ ഇഷ്ടം പോലെ ധരിച്ചൂടെ? പറ്റില്ല. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിനക്ക് നിന്നെക്കാളും ബന്ധം നിന്നോട് ആരാണ്? റസൂലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്താണ്. നബിയോടുള്ള ബന്ധത്തിന്റെ തീവ്രത എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, നബിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ. മുത്തഫഖുൻ അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സമാനമായി ആയത്ത് പോലെ തന്നെ അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണ് ഏറ്റവും അടുത്തവൻ എല്ലാ മുഅ്മിനിനും മിൻ നഫ്സിഹി, അവന്റെ നഫ്സിനെ തൊട്ട്, അവനെ തൊട്ട് അവനെക്കാളും അടുത്തവൻ ആരാണ്? ഈ ഞാനാണ് എന്ന് സയ്യിദുന ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് നാട്ടിൽ ഇങ്ങനെ പറഞ്ഞ് ചളമാക്കിയതുപോലുള്ള ഒരു സാധാരണ വിഷയമല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. തൗഹീദിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്. നമ്മള് സ്വഹീഹുൽ ബുഖാരി, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുഅ്മിനുകൾക്ക് ഏറ്റവും പ്രിയങ്കരമായത്, ആ ബുഖാരിയിലെ ഒരു അധ്യായത്തിന്റെ പേരെന്താ? ഹുബ്ബു റസൂലി മിനൽ ഈമാൻ. ഹുബ്ബു റസൂൽ, റസൂലിനോടുള്ള മഹബ്ബത്ത് അത് ഈമാനിൽപ്പെട്ടതാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കാണാം. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഹദീസ് നമ്പർ 15, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഹദീസ് നമ്പർ 44. എന്താണ് ഹദീസ്? ഈ ഹദീസ് എല്ലാവർക്കും ഹിഫ്ളാണ്. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല. അപ്പോൾ ഒരാൾ എപ്പോഴാണ് വിശ്വാസിയാവുക? അയാൾ എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെടുന്നത് വരെ, ആരെ? റസൂലിനെ ഇഷ്ടം വെക്കുന്നത് വരെ. ആരെക്കാളും റസൂലിനെ ഇഷ്ടപ്പെടണം? മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും. വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വരെക്കാളും. ഓരോ ആഴ്ചയിലും താടി വടിക്കുന്നത് പലപ്പോഴും ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടിയാണ് എങ്കിൽ അയാൾ എങ്ങനെയാണ് ഈ ഹദീസ് കാണാൻ? എനിക്ക് മനസ്സിലായില്ല. ഓരോ തെറ്റ് ചെയ്യുന്നതും പ്രിയപ്പെട്ടവരുടെ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ അയാൾ എങ്ങനെയാണ് ഈ ഹദീസിനെ മനസ്സിലാക്കുക? നാട്ടിൽ കാണുന്ന സർവ്വ ബാങ്കിന്റെ സ്റ്റെപ്പ് കയറിപ്പോയി അവിടെ നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും മുഴുവനും ഈ ഹറാമായ ലോൺ വാങ്ങുന്നവൻ, പലിശപ്പണവുമായി ബന്ധപ്പെടുന്നവൻ എങ്ങനെയാണ് ഈ ഹദീസിനെ കാണുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ആർക്ക് വേണ്ടി? നീ തൃപ്തിപ്പെടുത്തേണ്ടത് അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ റസൂലിനെ ആകണം. നിന്റെ സർവസ്വത്തെക്കാളും നിനക്ക് പ്രിയം നിന്റെ റസൂലിനോടാകണം. അത് പാട്ടിലും എഴുത്തിലും പ്രസംഗത്തിലും സ്റ്റേജിലും നടുറോട്ടിൽ ജാഥയുണ്ടാക്കുന്നിടത്തും മാത്രം പോരാ. അവിടെയല്ല പ്രവാചക സ്നേഹം നിലച്ചു നിൽക്കേണ്ടത്, നിന്റെ ജീവിതത്തിലാണ്. ജീവിതത്തിൽ എന്തിനേക്കാളും ആരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാവരെക്കാളും അല്ലാഹ് കഴിഞ്ഞാൽ അവന്റെ റസൂലിനെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഹദീസിലെ അധ്യായത്തിന്റെ ഹെഡിങ് എന്താ? ബാബു ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം. ഈമാൻ ഒരാളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ثلاث من كن فيه وجد بهن حلاوة الإيمان. മൂന്ന് കാര്യങ്ങൾ അത് ഏതൊരുവനിൽ ഉണ്ടോ അവനിൽ ഈമാനിന്റെ മാധുര്യം എത്തിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണം. അതിലൊരു കാര്യം അതെന്താ? മൻ കാന അല്ലാഹു
വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും അവന് മുഅ്മിനിന് മറ്റുള്ളവരെക്കാൾ ഏറ്റവും സ്നേഹമുള്ളവരായി തീരുക. അവരിൽ എന്തുണ്ട്? ഈമാനിന്റെ ഹലാവത്തിന്റെ മാധുര്യമുണ്ട്. നമ്മളെവിടെയൊക്കെയുള്ളത് സർവസ്വത്തെക്കാളും അല്ലാഹു ഒന്നാമത്, പിന്നെയോ അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈമാൻ പൂർത്തിയാക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചേ മതിയാകൂ. നബിയെ സ്നേഹിച്ചേ മതിയാകൂ. എങ്ങനെ സ്നേഹിക്കണം? സ്വന്തത്തെക്കാളും എല്ലാറ്റിനേക്കാളും നബിക്കാകണം പ്രാധാന്യം. ഹദീസിൽ വന്നതുപോലെ തന്നെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് മഹാനായ രണ്ടാമത്തെ ഖലീഫയായി പിന്നീട് അറിയപ്പെട്ടു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, നബിയുടെ കൈ എന്ന് പറഞ്ഞാൽ ഹദീസിൽ കാണാം, നബിയുടെ കൈ എന്ന് പറഞ്ഞാൽ അത്ര ഒരു പട്ട് പോലും അത്ര വരൂല എന്ന് പറഞ്ഞ സഹാബികളെ കുറിച്ചാണ്. ആ കൈയിന് അത്ര മിനുസുള്ള മൃദുലതയുള്ള ഒരു പട്ടും ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് സഹാബികൾ പറയാം. അത്ര ഭംഗിയുള്ള ശുദ്ധമായ കൈ. അല്ലാഹു സ്വർഗത്തിലെ കൈ പിടിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. നബിയേ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ എന്റെ ശരീരമൊഴികെ എല്ലാ വസ്തുക്കളെക്കാളും തീർച്ചയായും പ്രിയപ്പെട്ടത് അങ്ങൊന്നാണ് നബിയെ. സുബ്ഹാനല്ലാഹ്, സ്വാഭാവികമായ സംസാരം. ഈ ഉമറിനെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമാരോടാ? ഉമറിനെ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും ഹക്കുള്ളത് നബി അങ്ങൊന്നിനോടാണ്. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഇതിന് മറുപടി പറയുന്നു, ലാ, ഇല്ല ഉമറെ, പറ്റില്ല. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ ആ അല്ലാഹുവാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, താങ്കൾക്ക് എന്നെ താങ്കളെക്കാളും താങ്കളുടെ ശരീരത്തെക്കാളും സ്നേഹിക്കാനാകുന്നത് വരെ താങ്കൾ മുഅ്മിനാകില്ല ഉമറേ. എന്തൊരു വികാര നിർഭരമായ രംഗമാണ്. നബിയെ പോലെ അവർ വേറെ ആരും സ്നേഹിച്ചിട്ടില്ല. അത്രത്തോളം മഹബത്താണ്. ആ നബിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നബി, എനിക്ക് അങ്ങൊന്നിനാണ് ഏറ്റവും ഇഷ്ടം, എന്നെ കഴിഞ്ഞാൽ. നബി പറയും, പറ്റില്ല ഉമറേ, താങ്കൾക്ക് താങ്കളെക്കാളും സ്നേഹമാകേണ്ടത് എന്നോടാണ്. فقال له عمر خطاب മറുപടി പറയുന്നു, فإنه الآن والله لأنت أحب إلي من نفسي. തീർച്ചയായും ഇനി അല്ലാഹുവാണ് സത്യം. എന്റെ ശരീരത്തെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത്, ഇഷ്ടമുള്ളത്, ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ തൃപ്തിപ്പെടുന്നത് അങ്ങൊന്ന് തന്നെയാണ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മറുപടി പറഞ്ഞ വാക്കെന്നറിയോ? ഇപ്പോഴാണ് ഉമറേ ശരിയായത്. എന്ത് ശരിയായത്? അങ്ങൊന്നിന്റെ ഈമാൻ ശരിയായത്. സ്വഹീഹുൽ ബുഖാരി 6632 നമ്പർ ഹദീസ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും നിങ്ങളും നമ്മളെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു പോകുന്നവരെ, എന്നെക്കാളും നിങ്ങളെക്കാളും നമ്മളെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുവോ? സ്നേഹിക്കാത്തടത്തോളം ഈമാൻ ശരിയായിട്ടില്ലെന്ന് ആര് പറയുന്നു? ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സ്നേഹം ജീവിതത്തിലുടനീളം യാഥാർത്ഥ്യവൽക്കരിച്ചവരാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹവും അനുസരണവും ബഹുമാനവും ആദരവും പിൻപറ്റലും എല്ലാം സ്വഹാബികളാണ്. സഹാബികളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന ഒട്ടേറെ രംഗങ്ങളുണ്ട്. അത് ജാടയല്ല, കേവലം പ്രകടനങ്ങളല്ല. റബീഉൽ അവ്വൽ 12 മാത്രം നോക്കി നാട്ടിൽ നടപ്പിലുണ്ടാക്കുന്ന നാട്ടാചാരവുമല്ല.
പിന്നെന്താണ് പ്രിയമുള്ളവരെ? ഹൃദയത്തിനകത്ത് നിന്ന് അള്ളാഹുവിന്റെ കൽപ്പനയെ പിൻപറ്റിയവരുടെ, റസൂലുള്ളാഹിയുടെ കൽപ്പനയെ പിൻപറ്റിയവരുടെ ഇബാദത്താകുന്ന സ്നേഹം, ആ സ്നേഹം ഇബാദത്താണ്, നിർബന്ധമാണ് മുഹമ്മദ് മുസ്തഫയെ സ്നേഹിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. സുന്നത്താണല്ല പഠിക്കേണ്ടത്, നിർബന്ധമാണ്. ആയത്ത് ദലീൽ, ഹദീസ് ദലീൽ, സഹാബത്തിന്റെ ഇജ്മാഅ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മഹാനായ നാലാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ മരുമകനാണ്. നമുക്കറിയാം, അദ്ദേഹത്തോട് ചോദിക്കാൻ ഒരിക്കൽ, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹ്, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹ്, അലിയാര് തങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ നബിയോടുള്ള മഹബ്ബത്ത് എങ്ങനെയായിരുന്നു? ഇത് ശരിക്കും കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ അലിയാര് തങ്ങൾ പറയുന്നു, കാന വല്ലാഹി, അല്ലാഹനെ തന്നെ ഞങ്ങളായിരുന്നു. അല്ലാഹുവിന്റെ സാക്ഷ്യത്തിൽ പറയും, ഞങ്ങളായിരുന്നു. അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലാ ദമ. ഞങ്ങളുടെ സമ്പത്തിനെക്കാളും, ഞങ്ങളുടെ മക്കളെക്കാളും, ഞങ്ങളുടെ ഉമ്മമാരെക്കാളും വാപ്പമാരെക്കാളും, എന്തിന് കുടിക്കുന്ന കുടിവെള്ളത്തെക്കാളും ഞങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു അവിടുന്ന് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. കുടിവെള്ളത്തെക്കാളും പ്രിയപ്പെട്ടവരാണ് റസൂൽ. കുടിവെള്ളം എന്താ? ജീവനാഡിയാണ്. അതിനേക്കാളും പ്രധാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും നിങ്ങൾക്ക് അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിയില്ല. പക്ഷെ പരിശ്രമിച്ചു പോയി പ്രിയമുള്ളവരെ, സ്വഹാബത്തെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ എല്ലാറ്റിന്റെയും മീതെ, എല്ലാറ്റിനേക്കാളും പ്രിയങ്കരം അവിടുന്ന് ഉർവത്ത് ബിൻ സഖഫി ജാഹിലിയ കാലത്തെ സംഭവം റിവായത്ത് ചെയ്യാൻ. ഹുദൈബിയ സന്ധി പ്രസിദ്ധമാണ്. മക്ക ഫത്ഹിന് കാരണമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഹുദൈബിയ സന്ധി എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ്. അന്ന് ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചർച്ച നടത്തി. ചർച്ച കഴിഞ്ഞ് ഖുറൈശികളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഐ ഖൗമിൻ വല്ലാഹ്, മക്കക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു, റുബൂബിയത്തിൽ. പക്ഷെ എന്തുകൊണ്ട് അവരെ ശിർക്കായത്? അവർ ഉലൂഹിയത്തിൽ പങ്കുചേർത്തിരുന്നു എന്നതുകൊണ്ടാണ്. വല്ലാഹ്, അല്ലാഹ് തന്നെയാണ്. ലഖദ് വഫത്തു അലൽ മുലൂക്, എന്റെ നാട്ടുകാരെ വല്ലാഹി ഞാൻ മലക്കുകളുടെ, മുലൂക്കുകളുടെ, രാജാക്കന്മാരുടെ അടുത്ത് ദൂതുമായി ചെന്നിട്ടുണ്ട്. ആരാണ് രാജാക്കന്മാർ? പലരുമുണ്ടത്. വഫത്തു അലാ ഖൈസറ വകിസ്റ വനജാശി. കൈസർ, കിസ്റ, നജാശി എന്നിങ്ങനെ തുടങ്ങിയ രാജവംശങ്ങളുണ്ട്. എല്ലാ കാലത്തും ഫറവമാരെ പോലെ ഇവരുടെ അടുത്ത് ദൂതുമായി ഞാൻ ചെന്നിട്ടുണ്ട്. അല്ലാഹ് തന്നെയാണ്. ഇനി ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ചില ആധുനികന്മാർക്ക് ദഹിക്കില്ല, പക്ഷെ അഹ്ലുസ് സുന്നത്തിന് ദഹിക്കുന്ന കാര്യങ്ങളാണ്. എന്താ പറയുക? ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും. വല്ലാഹി, അല്ലാഹ് തന്നെയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് തുപ്പിയാൽ ആ തുപ്പുനീർ അവരിൽ ഒരാളുടെ കൈപ്പടത്തിൽ വീഴാതിരിക്കില്ല. ഒരിക്കലും അത് ഭൂമി പോകില്ല. സഹാബത്തിന്റെ കയ്യിൽ ആ തുപ്പുനീരുണ്ടാകും. ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു, അത് അയാളുടെ മുഖത്തും തൊലിയിലും അയാൾ പുരട്ടും. ആര്? റിദ്വാനുല്ലാഹി അലൈഹിം എന്ന് അല്ലാഹ് പറഞ്ഞ സഹാബി. കാരണം എന്റെയും നിങ്ങളെയും അറക്കുന്ന വെറുക്കുന്ന തുപ്പുനീരല്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പുനീർ. അതിന് ബറക്കത്തുണ്ട്, ശിഫയുണ്ട്. കാരണം ആ തുപ്പുനീരാണ് ചെങ്കണ്ണ് ബാധിച്ചവരായി ഖൈബർ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്ന അതിന്റെ നേതാവായ അലിയാര് തങ്ങളുടെ കണ്ണിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പിക്കൊടുത്തത് ഈ തുപ്പുനീരാണ്. അതിന് ബറക്കത്തുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറയാണ്, ആ തുപ്പുനീര് എവിടെയും പോകുന്നത് സഹാബത്തിന്റെ കയ്യിൽ വീഴും, അവരത് മുഖത്തും ശരീരത്തിലും പുരട്ടും. ഇനിയോ
അവിടുന്ന് അവരോട് കൽപ്പിച്ചാൽ അതാണ് സ്വഹാബത്തിന്റെ വലിയ പ്രത്യേകത. അവിടുത്തെ കൽപ്പന അവർ വേഗം നിറവേറ്റും. എത്രയും പെട്ടെന്ന് തീർന്നില്ല. അവിടുന്ന് വുളു ചെയ്താൽ അവിടുത്തെ വുളുവിന്റെ വെള്ളത്തിന് വേണ്ടി അവർ മത്സരിക്കുമാറാകും ബറക്കത്തെടുക്കാൻ. ഏതെങ്കിലും നിസ്കരിക്കാത്ത, കുളിക്കാത്ത, പള്ളി പോകാത്ത, നിസ്കരിച്ചെന്ന് വെച്ചാൽ കൈപ്പടം കാണിച്ചു കൊടുക്കുന്ന വ്യാജ കള്ളക്കറാമത്തിന്റെ ഉസ്താദന്മാരുടെ കഥയല്ല ഇത്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ വഖാതമുൽ അംബിയാ വഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയാണ്. അദ്ദേഹത്തിന്റെ വുളുവിന്റെ വെള്ളത്തിന് വേണ്ടി ശിഷ്യന്മാർ മത്സരിക്കുമാറാകും ബറക്കത്തെടുക്കാൻ. അടുത്തവരെന്തറിയും, അവിടുന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ മുമ്പിൽ അവർ ശബ്ദം താഴ്ത്തും. ഇതുവരെ അവിടത്തോടുള്ള ബഹുമാനം കാരണം അവർ ഒന്ന് അമർത്തി നോക്കുക പോലുള്ള രൂക്ഷമായ നോട്ടം പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെയില്ല. മറ്റു റിവായത്തുകൾ കാണാം, ഒരു പക്ഷി തലയിൽ വന്നിരുന്നാൽ അത് പാറിപ്പോകാത്തത്ര താഴ്ന്ന് നിശബ്ദരായി അങ്ങേയറ്റത്തെ ഭക്തി ബഹുമാനത്തോടുകൂടി അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരിക്കാറുണ്ടായിരുന്നു. സ്വഹീഹുൽ ബുഖാരി 2731 നമ്പർ ഹദീസ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന്റെ നബിയോടുള്ള സ്നേഹങ്ങൾ വിശാലമാണ്. അല്ലാഹു തആല സ്വഹാബത്തെ സ്നേഹിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ സ്നേഹത്തിന്റെ രംഗങ്ങൾ വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതിരിക്കാനാവില്ല ഒരു നിമിഷം പോലും അവർക്ക്. നബി ഒരു സെക്കൻഡ് പോലും കാണാതിരിക്കാനാവില്ല. അവിടത്തേക്ക് വേണ്ടി അവർ കാവൽ നിന്നു. നബിക്ക് വേണ്ടി കാവൽ നിന്ന സ്വഹാബ യുദ്ധരംഗത്ത് വിശിഷ്യ ഉഹുദിൽ പോലും ശരീരത്തെ അല്ലാഹുവിന്റെ റസൂലിനെ പുറകിൽ നിർത്തിയിട്ട് വരുന്ന അമ്പുകൾ മുഴുവനും നെഞ്ചിൽ അവരെ ഏറ്റുവാങ്ങി. നബിയോടുള്ള മഹബ്ബ ഇബാദത്താണ്. മഹബ്ബത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് നബിസ്നേഹം 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 പറഞ്ഞിട്ട് ആളുകൾ അത് കൊളാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും അതെന്തോ ഒന്നാണോ. അല്ല, നബിസ്നേഹം എന്ന് പറയുന്നത് ഇതാണ്. ജീവിതം അല്ലാഹു കൽപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന രീതിയിൽ നബി പഠിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തിപ്പെട്ട മാർഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വിശാലമായ ലോകമാണ്. അല്ലാഹുവിന്റെ റസൂലിനെക്കാളും പ്രധാനമായ ഒരു മറ്റൊന്നിനും കണ്ടില്ല. എത്ര ഉദാഹരണങ്ങൾ! ഓരോന്നും വായിച്ചാൽ ഖുതുബകൾ എമ്പാടും വേണ്ടി വരും. സൂചനകൾ മാത്രം. ഹിജ്റയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ചരിത്ര പ്രധാനമായ ഒന്നാണ് ഹിജ്റ. മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ആ ഹിജ്റയിൽ താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസി, ഹിജ്റയിലെ കൂട്ടുകാരൻ എന്നറിഞ്ഞപ്പോൾ സന്തോഷത്താൽ കരഞ്ഞുപോയി മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഈ ഉമ്മത്തിലെ ഒന്നാമൻ റളിയല്ലാഹു തആല അൻഹു. കുത്തേറ്റ് മദീനത്തെ പള്ളിയിൽ രക്തമൊലിച്ച് കുടൽമാല പുറത്തു ചാടി ഒരു പ്രത്യേകമായ അവസ്ഥയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് ആഗ്രഹിച്ചു പോയത് എന്തെന്നറിയോ? മരിക്കാൻ നേരത്ത് പോലും തന്റെ രണ്ട് കൂട്ടുകാർക്കൊപ്പം, ഒന്ന് റസൂലാണെങ്കിൽ രണ്ടാമത്തവർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അവരോടൊപ്പം ആയിഷ ഉമ്മയുടെ വീട്ടിനകത്ത് ഖബറടക്കപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ഉമർ ഇബ്നു ഖത്താബ്. മരിച്ചിട്ട് പോലും ഈ രണ്ടുപേരോടൊപ്പം. നേതാമോളെ ദിവസം ആയിഷയോട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരുന്ന കൂട്ടത്തിലുണ്ട്,
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ തിങ്കളാഴ്ച തന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ സിദ്ദീഖ് റളിയല്ലാഹു തആല. റിപ്പോർട്ടിൽ ചില സ്ഖലിതങ്ങളുണ്ട്, ഫിഖത്തുണ്ട്, ഫിഖത്തില്ല എന്നൊക്കെ വ്യത്യാസ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഉഹദിന്റെ രംഗങ്ങളിൽ നിന്ന് ചില രംഗങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുന്നിടത്ത് കാണാം. സ്വന്തം പിതാവും മകനും സഹോദരനും കൊല്ലപ്പെട്ട വാർത്ത കേട്ടപ്പോഴും ഉഹദിലേക്ക് ഓടി വന്ന ഒരു സഹോദരി ചോദിച്ചു പോയത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നല്ല, എന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ്. അവസാനം അള്ളാഹുവിന്റെ റസൂല് നേരിൽ കണ്ടു. അവിടുത്തെ തിരുവസ്ത്രത്തിന്റെ അറ്റം തൊട്ടിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങുണ്ടെങ്കിൽ എല്ലാ വിപത്തും അത് നിസ്സാരമാണ്. എന്റെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളെക്കാൾ, ഭർത്താവിനേക്കാൾ, സഹോദരങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം അവിടുന്ന്. കാരണം വിശ്വാസിക്ക് ഏറ്റവും പ്രധാന സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന ഔലാ ബിൽമുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വഹീഹ് മുസ്ലിം 867 നമ്പർ ഹദീസ്. ഏതൊരു മുഅ്മിനിനും സ്വന്തം ശരീരത്തെക്കാളും അടുത്തവൻ ഞാനാണ്. ആര് പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെക്കാളും എനിക്ക് അടുത്തവൻ എന്റെ റസൂൽ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ലക്ഷക്കണക്കിന് വരുന്ന സഹാബത്തിന്റെ സ്നേഹ ബഹുമാനങ്ങൾ, ആദരവ്. പ്രിയപ്പെട്ടവരെ, അനുയായികളാൽ ഇങ്ങനെ സ്നേഹിക്കപ്പെട്ട വേറെ ആരുണ്ട് ലോകത്ത്? ഇങ്ങനൊരു നേതാവിന് ലോകത്ത് നമ്മൾ കാണുമോ? അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു. ഇപ്പോൾ നമ്മുടെ ആളുകൾക്ക് അബൂ സുഫിയാൻ എന്ന് പറയുമ്പോൾ തൗഹീദ് ചെല്ലൊരു മടിയാണ്. കാരണം എന്താ പറയുക, മുമ്പ് ജാഹിലിയത്തെ ഓർമ്മയുള്ളൂ. ഇസ്ലാമിലേക്ക് വന്നത് പലരും പറഞ്ഞിട്ടുണ്ട്. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മുസ്ലിം അല്ലാതിരുന്ന കാലത്ത്, അന്നും പ്രമാണിയാണ്, ഇസ്ലാമിൽ വന്നപ്പോഴും പ്രമാണിയാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താ വാചകം അറിയോ? മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ആരെയെങ്കിലും സ്നേഹിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അന്ന് അബൂ സുഫിയാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്നും അത് ശരിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെ സ്നേഹിക്കുന്ന ഒരു സമുദായം ലോകത്തില്ല, ഈ ഉമ്മത്ത് മുസ്ലിം മാത്രമല്ലാതെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ ജീവനെക്കാൾ, എല്ലാറ്റിനേക്കാൾ, സർവസ്വത്തെക്കാൾ സ്നേഹിക്കണം. നമ്മൾ മനസ്സിലാക്കി അത് വാജിബാണ്, നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ശരി, ഈ ഖുതുബ അവസാനിപ്പിക്കുന്നിടത്ത് ഞാൻ എന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നതിന് എന്താണ് അലാമത്ത്, എന്താണ് ഒരു അടയാളം? പണ്ഡിതന്മാർ പറഞ്ഞ ധാരാളം അടയാളങ്ങളുണ്ട്. ചിലത് മാത്രം സൂചിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ അടയാളം, അയാൾ സദാ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്ത് സുന്നത്തുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട ദിവസമാണ്. എവിടെയാ? ബിദ്അത്തിനെതിരെ ചുണ്ടുന്നവരെ നമ്മൾ. സുന്നത്തെവിടെ മുഅ്മിനീങ്ങളെ? സുന്നത്തെവിടെ? സ്വലാത്ത് വാർഷികത്തിനെതിരെ ചുണ്ടുന്നവരെ നമ്മള്. സ്വലാത്ത് എവിടെ? വെള്ളിയാഴ്ചയാണ് പ്രത്യേകം സ്വലാത്ത് സുന്നത്തുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട ദിവസം. എത്ര സന്ദർഭങ്ങളിൽ സ്വലാത്ത്. ഈ ഒരു സന്ദർഭം വേണ്ട, എപ്പോഴും ചോദിക്കപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞാൻ മുഴുവനും സ്വലാത്താക്കട്ടെയോ? മറ്റ് അധികാരങ്ങളൊക്കെ മാറ്റിവെച്ച് ഞാൻ ചൊല്ലുന്നത് മുഴുവനും നബിയെ അങ്ങും നിന്റെ പേരിൽ സ്വലാത്ത് മാത്രമാക്കട്ടെയോ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തറിയോ? ശരി, മതി, അത് മതി. നിന്റെ ദുനിയാവിനും ആഖിറത്തിനും നിന്റെ ഹമ്മ നീങ്ങാൻ, നിന്റെ മനോവേദന നീങ്ങാൻ നിനക്കത് മതിയാകുമെന്ന് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം,
അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയലാണ്. ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ കയറി വരുന്ന സംഗതിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതിൽ രണ്ടുണ്ട്. ഇപ്പോഴും കാണാൻ ആളുകൾ ഇവിടുന്ന് പോകുമ്പോ പറയും, നിങ്ങൾ മദീനയിൽ ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോ റൗള ശരീഫ് എന്ന് പറയില്ല. റൗള ശരീഫ് എന്ന് പറഞ്ഞ ഖബറല്ല, ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിൽ ആ ഇന്ന് പച്ച കാർപ്പറ്റ് വെച്ച സ്ഥലത്തിന് റൗള എന്ന് പറയുന്നത്. ആളുകൾ അതുപോലെ തെറ്റിച്ചു. അള്ളാഹു നൽകുമാറാകട്ടെ. അവിടെ ചെല്ലുമ്പോ നിങ്ങൾ എന്റെ സലാം റസൂലിന് പറഞ്ഞേക്കണേ, എന്റെ സലാം റസൂലിനോട് പറയണേ. അങ്ങനെ പറഞ്ഞേക്കേണ്ടതില്ല. ഇവിടുന്ന് എന്റെ നാട്ടിൽ, എന്റെ വീട്ടിൽ, എന്റെ ഹുജറയിൽ നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അവിടേക്ക് എത്തിക്കാൻ പ്രത്യേകം മലായികത്തുകളുണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്വലാത്ത് ചൊല്ലുന്നവരാകണം, നബിയോട് സലാം പറയുന്നവരാകണം. ഇതൊക്കെ അലാമത്തുകളിൽപ്പെട്ടത്. അതുപോലെ എപ്പോഴൊക്കെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും അല്ലാഹുവിന്റെ റസൂലിന് വസീല ഫളീല എന്ന പദവി കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണോ? മഖാം മഹ്മൂദ്, ലോകത്ത് മറ്റ് നബിമാർക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ ദറജ മഖാം മഹ്മൂദ്, ശഫാഅത്തുൽ ഉദ്മ, ശഫാഅത്തുൽ കുബ്ര, അത് അല്ലാഹുവിന്റെ റസൂലുമാർക്ക് മാത്രമാണ്. അനലഹാ, ഞാനുണ്ടതിനെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ശഫാഅത്തുൽ കുബ്ര ലഭിക്കുന്ന, അല്ലെ, നമുക്ക് ആ ശഫാഅത്തുൽ കുബ്രക്ക് വേണ്ടി നിൽക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ സദാ എപ്പോഴൊക്കെ ബാങ്ക് കൊടുത്താലും ആ വസീല ഫളീല എന്ന ആ ഒരു പദവി അള്ളാന്റെ റസൂൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നവരാകണം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്നൊരു ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനു വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നവരാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തുമായി, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നവരായി, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നവരായി, എല്ലാറ്റിനേക്കാളും നബിയെ അനുസരിച്ച് ജീവിക്കുന്നവരായി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.